എനിക്ക് ഇതിലൊക്കെ കണ്ടിട്ട് വളരെ സന്തോഷമുണ്ടെന്നല്ലാതെ ഇതിനെപ്പറ്റി ഒരു വിലയിരുത്തിയ അഭിപ്രായം പറയാനുള്ള വിദഗ്ധ അറിവൊന്നും എനിക്കില്ല. എങ്കിലും ഇതൊരു പുതിയ പരീക്ഷണമാണെന്ന് എനിക്കറിയാം. സിനിമയിൽ ജീവിതത്തിൻ്റെ സാധാരണ വേദികളിൽ പ്രത്യക്ഷപ്പെടാത്ത പല ഗൂഢ ജീവിത രംഗങ്ങളും വരാറുണ്ട്. എങ്കിലും തനി പച്ചയായ ജീവിതം ആ പച്ചപ്പിന് ഒരു കോട്ടവും വരാതെ അവതരിപ്പിക്കുന്നത് എളുപ്പമല്ല. നമ്മുടെ ജീവിതം സ്ട്രീറ്റിന് അപ്പുറത്താണ്. പക്ഷേ ഇന്ത്യയിലെ ഒരു വലിയ വിഭാഗം മനുഷ്യരുടെ ജീവിതം സാധാരണ മൃഗങ്ങളുടെയും മറ്റും ജീവിതത്തിനോടൊപ്പം തെരുവിലാണ്. യഥാർത്ഥ ജീവിതം ഏതാണെന്ന് ചോദിച്ചാൽ തെരുവിലെ ജീവിതമാണെന്ന് പറയേണ്ടി വരും. ഇത് റിഫ്ലക്റ്റഡ് ലൈഫല്ല, ഇത് ആക്ച്വൽ ലൈഫാണ്. തെരുവിൽ പാടിയ ആളുകൾ, കുരുടന്മാർ, കേൾക്കാത്തവർ, നടക്കാൻ കഴിയാത്തവർ, അവരുടെ ജീവിതത്തിലെ സംഗീതം വലിയ സംഗീതത്തേക്കാൾ മനോഹരമായിരിക്കും എന്ന് ലോകത്തെ ബോധ്യപ്പെടുത്തുന്ന വലിയൊരു ധർമ്മോദ്ദേശത്തോടു കൂടെയാണ് ഈ സ്ട്രീറ്റ് ലൈറ്റ് തുടങ്ങിയതെന്ന് ഞാൻ വിചാരിക്കുന്നു. സ്ട്രീറ്റ് ലൈറ്റിൻ്റെ വെളിച്ചത്തിൽ ഇവിടെ മൂടി നിൽക്കുന്ന അനേകം കൊള്ളരുതായ്മകൾ ഗവൺമെൻറ്റും ജനങ്ങളും മനസ്സിലാക്കി അവരുടെ ജീവിതം നന്നാക്കുന്നതിന് ഇതൊരു വലിയ പ്രേരണ ചെലുത്തട്ടെ എന്നതാണ് എനിക്ക് പ്രധാനം. അതിൻ്റെ കൂട്ടത്തിൽ നിങ്ങളുടെ ഈ സംരംഭവും വിജയം കാണാതിരിക്കുകയില്ല. അതുകൊണ്ട് രണ്ട് നിലക്കും ഇത് വിജയിക്കുന്നതിൽ ആഹ്ലാദമുള്ള, അഭിമാനമുള്ള ഒരാളാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. പാലകൾ തൻ വിരലിങ്കൽ പൗർണമി മോതിരമണിയിക്കും മലർമാസത്തിൽ താന്നിയൂരമ്പലത്തിൽ കഴകക്കാരനെ പോലെ താമരമാലയുമായി ചിങ്ങമെത്തും കേട്ട പാട്ട് സാധാരണയായിട്ട് വളരെയധികം ഈ സംഗീതത്തിൻ്റെ ഒരു സാങ്കേതിക സംസ്കാരമുണ്ട്. ആ സംസ്കാരം ഒഴിവാക്കിയിട്ടുള്ള സാധാരണമായ ഒരു പാട്ടാണ് ഈ കേട്ടത്. അതിൻ്റെ ഒരു ലാളിത്യവും ആകർഷകത്വവും ഒന്ന് വേറെ തന്നെയാണ്. അതുകൊണ്ട് ഇത് നമ്മുടെ സാധാരണ ശ്രോതാക്കളുടെ ഇടയിൽ തീർച്ചയായിട്ടും ഇതൊരു പുതിയ അനുഭവത്തിൻ്റെ വാതിൽ തുറന്നു കൊടുക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ പരീക്ഷണം ഒരിക്കലും പരാജയപ്പെടുകയില്ല. മാത്രവുമല്ല, ഇത്തരത്തിലുള്ള നിങ്ങളുടെ വിജയം ഇത്തരത്തിലുള്ള ധീരങ്ങളായ പരീക്ഷണങ്ങൾക്ക് ഇനിയും പ്രേരണ ചെലുത്താൻ സാധിക്കുമെന്നുള്ളതാണ്. അതുകൊണ്ട് ഇത് വിജയിക്കാതിരിക്കാൻ പാടില്ല എന്നുള്ളതാണ് എൻ്റെ ആശംസ.